കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒറ്റ അച്ചിലിട്ട് വാർത്തെടുത്തതുപോലെയുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ മോദിയും അമിത്ഷായും കൂടി ഉണ്ടാക്കിയെടുത്തതെന്ന് രാഹുൽ ഗാന്ധി. എക്സിറ്റ് പോളുകളെ മറയാക്കിയത് ഓഹരി വിപണിയിലെ കുതിച്ചുകയറ്റം ലക്ഷ്യം വെച്ചായിരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും ഓഹരി എടുക്കാൻ ജനങ്ങളോട് ആഹ്വാനവും ചെയ്തു. തൊട്ടു പിന്നാലെ ഓഹരി വിപണി അതിവേഗം കുതിച്ച് റെക്കോർഡ് ഉയരത്തിലെത്തി. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന മുറയ്ക്ക് ഓഹരി വിപണി ഇടിഞ്ഞിടിഞ്ഞു വീണു. ഇതോടെ ഓഹരി ഉടമകൾക്കുണ്ടായത് 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടം. രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഓഹരി തട്ടിപ്പ് കുംഭകോണത്തിൽ JPC അന്വേഷണം വേണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആവശ്യം. മൂന്നാമത് മോദി എന്നുറപ്പായതിന് പിന്നാലെ അതിവേഗം അധികാരത്തിലേറാനാണ് NDA നീക്കം. സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകുന്നേരം 7:30 രാഷ്ട്രപതി ഭവനിൽ നടക്കും. കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ ഘടകകക്ഷികളുടെ വാക്ക് കേൾക്കാതെ മുന്നോട്ട് പോകാനാവാത്ത ഗതികേടിലാണ് BJP നേതൃത്വം. സുപ്രധാന വകുപ്പുകൾ ചോദിച്ച് TDPയും JDUവും പിന്നാലെ നിൽക്കുമ്പോൾ അത് നടക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാതെയും സുപ്രധാന വകുപ്പുകൾ വിട്ടുകൊടുക്കാതെയുമുള്ള നീക്കമാണ് BJP നടത്തുന്നത്. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് രണ്ടാം നാൾ ഒരു സീറ്റ് കൂടി കൂട്ടിച്ചേർത്ത് കോൺഗ്രസ്. മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ ജയിച്ച വിമതൻ വിശാൽ പാട്ടീൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കും. ഇതോടെ കോൺഗ്രസ് അംഗസംഖ്യ 100-ലെത്തി. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വിശാൽ പാട്ടീൽ കത്ത് നൽകി. ഉദ്ധവ് പക്ഷത്തിന് സീറ്റ് നൽകിയത് പ്രതിഷേധിച്ചാണ് വിശാൽ വിമതനായി മത്സരിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂരിൽ നിന്നാണെങ്കിലും മണ്ഡലത്തിന് വേണ്ടി മാത്രമല്ല ദക്ഷിണേന്ത്യക്കും കൂടിയായിരിക്കും തന്റെ പ്രവർത്തനമെന്ന് സുരേഷ് ഗോപി. 5 വർഷത്തേക്ക് ജനം വിശ്വസിച്ചയച്ചതാണ്. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ മുഖമാവാൻ മടിയില്ല. പാർട്ടി ആവശ്യപ്പെട്ടാൽ അതിന് തയ്യാറെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥ മർദ്ദിച്ചെന്ന് BJP നേതാവും നിയുക്ത MPയുമായ കങ്കണ റണൌട്ട്. ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് എത്തിയതായിരുന്നു കങ്കണ. കർഷക സമരത്തിനെതിരായി കങ്കണ നടത്തിയ പ്രസ്താവനയെ ചൊല്ലി CISF ഉദ്യോഗസ്ഥ തർക്കത്തിലേർപ്പെട്ടെന്നും തള്ളിമാറ്റാൻ ശ്രമിച്ചതിന് പിന്നാലെ മർദ്ദിച്ചെന്നുമായിരുന്നു കങ്കണയുടെ ആരോപണം. ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ K സുധാകരനും VD സതീശനും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തുവരുന്നു. രാഹുൽ ഗാന്ധി വയനാട് MP സ്ഥാനം രാജിവെച്ചാൽ മുരളീധരൻ മത്സരിക്കുമെന്ന ചർച്ചകൾ സാങ്കല്പികമെന്ന സതീശന്റെ പ്രതികരണത്തെ തള്ളിക്കളയുകയാണ് KPCC അധ്യക്ഷൻ. എവിടെ മത്സരിപ്പിക്കാനും മുരളീധരൻ യോഗ്യനാണ്. വേണമെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനവും മുരളിക്ക് നൽകാം എന്നുകൂടി പറഞ്ഞു സുധാകരൻ. മുരളീധരനെ കോഴിക്കോട്ടെ വീട്ടിലെത്തി കണ്ട ശേഷമുള്ള സുധാകരന്റെ പ്രതികരണത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. സംസ്ഥാന സർക്കാരിനും CPMനുമെതിരെ കടുത്ത വിമർശനമുയർത്തി യാക്കോബായ സഭ മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് കൂറിലോസ്. ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല. തെറ്റുതിരുത്തൽ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആവരുതെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ കൂറിലോസ് പറഞ്ഞു. വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുന്നു. ഇന്നും നാളെയും കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതോടെ മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴയും കോട്ടയവും ഒഴികെ നാളെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ലൈംഗിക അതിക്രമ കേസിൽ പ്രജ്വൽ രേവണ്ണയുടെ SIT കസ്റ്റഡി കോടതി നീട്ടി. തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിൽ തുടരും. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പ്രജ്വലിനെ ഇന്ന് ജനപ്രതിനിധികളുടെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസെടുത്തതിന് പിന്നാലെ ജർമ്മനിയിലേക്ക് കടന്ന പ്രജ്വൽ കഴിഞ്ഞ മാസം 31-ന് മടങ്ങിയെത്തിയ സമയത്ത് വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റിലായത്. IM വിജയൻ, ബൈച്ചും ബൂട്ടിയ. കാൽപന്ത് കളി ആരാധകർ ഈ പേരുകൾക്കൊപ്പം ചേർത്തുവെച്ച മറ്റൊരു ഇന്ത്യൻ ഫുട്ബോളർ പച്ചപ്പുൽ മൈതാനത്തോട് ഇന്ന് വിട പറഞ്ഞു. സുനിൽ ഛേത്രി. കുവൈറ്റിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തോടെയാണ് 19 വർഷം നീണ്ട കരിയർ ഛേത്രി അവസാനിപ്പിച്ചത്. വിജയം സമ്മാനിക്കാതെയാണ് വിട പറയുന്നതെങ്കിലും ഛേത്രിയുടെ പ്രതിഭയ്ക്ക് അതൊരിക്കലും മങ്ങലേൽപ്പിക്കുന്നില്ല. മത്സരത്തിനൊടുവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രിയ നായകൻ മൈതാനത്തു നിന്നും മടങ്ങിയത്. പ്രിയപ്പെട്ട ഗോൾവേട്ടക്കാര, നിറയെ സ്നേഹത്തോടെ നന്ദി.